ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് 3000 കാറുകളുമായി പോയിരുന്ന മോർണിംഗ് മിഡാസ് എന്ന ചരക്ക് കപ്പൽ പസഫിക് സമുദ്രത്തിൽ മുങ്ങി. 2006-ൽ നിർമ്മിച്ച ലൈബീരിയൻ പാതയുള്ള ഈ കപ്പൽ ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈംസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. മെയ് 26-ന് ചൈനയിലെ യാൻജി തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട കപ്പൽ മെക്സിക്കോയിലെ ലാസാരോ കാർഡേനാസിയിലേക്ക് പോവുകയായിരുന്നു. യാത്രക്കിടെ അലാസ്കൻ തീരത്ത് നിന്നും ഏകദേശം 300 നോട്ടിക്കൽ മൈൽ അകലെ, കരയിൽ നിന്നും 415 മൈൽ ദൂരത്ത് വെച്ച് ജൂൺ 3-നാണ് കപ്പലിന് തീപിടിച്ചത്. ഈ ദുരന്തം സമുദ്ര ഗതാഗതത്തിലെ അപകട സാധ്യതകളെക്കുറിച്ചും അതുപോലെ പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുമാണ് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അപകടത്തിന്റെ കാരണങ്ങളും തീവ്രതയും മോശം കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന 3000 വാഹനങ്ങൾ ഏകദേശം 800 എണ്ണം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ് തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. ഇത്തരം ബാറ്ററികൾ വളരെ പെട്ടെന്ന് തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. നിയന്ത്രണാതീതമായ തീപിടുത്തം കാരണം കപ്പലിലെ ജീവനക്കാർക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. തീപിടിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ 600 അടി നീളമുള്ള ചരക്കു കപ്പൽ പൂർണ്ണമായും മുങ്ങിയത്. പാരിസ്ഥിതിക ആഘാതങ്ങളും അതുപോലെ തന്നെ ജീവന്റെ രക്ഷാപ്രവർത്തനങ്ങളുമെല്ലാം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കപ്പലിലെ തീപിടുത്തം നിയന്ത്രണാതീതമായപ്പോൾ തന്നെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു.